എല്ലാവരും ഒന്ന് നോക്കിയേ. തന്റെ കഴിവുണ്ട്. അദ്ദേഹത്തിന്റെ ഭയങ്കര ഒരു ഓറയുള്ള ഒരു പാട്ടുകാരനാണ്. ഭയങ്കരമായ രീതിയിൽ ഓഡിയൻസിനെ ആകർഷിക്കാൻ ശേഷിയുള്ള വാക്കുകളിലും വരികളിലും അഗ്നി പടർത്താൻ ശേഷിയുള്ള ഒരു പാട്ടുകാരൻ തന്നെയാണ്, ഒരു സംശയം വേണ്ട. അഹങ്കാരം പറയല്ലോ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ഹോ എനിക്ക് എന്നോട് തന്നെ ബഹുമാനം തോന്നിട്ട് ഞാൻ കുറച്ചേരം എഴുന്നേറ്റ് നിന്നു. ഞാൻ എവിടെയാണ്, അതാ ഞാൻ പറഞ്ഞത്, 2021-ലോ 22-ലോ 23-ലോ 24-ലോ 25-ന്റെ തുടക്കത്തിലോ നമ്മൾ ആരും വേടനെ എതിർത്തിട്ടുമില്ല. വേടന്റെ പാട്ട് അദ്ദേഹം രാഷ്ട്രീയം കളിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യം വേടനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതുവരെ വളരെ ശരിയാണ്. ഞാൻ അത് എപ്പോഴാണ്, നമ്മൾ ഏത് സാഹചര്യത്തിലാണ്, എന്തുകൊണ്ടാണ് 2024-ൽ നമ്മൾ വേടനെ കുറിച്ചൊന്നും പറയാഞ്ഞത്? വേടൻ റേപ്പ് കേസിൽ പെട്ടപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ പുറത്തിറങ്ങിയ വേടൻ നോക്കിയപ്പോൾ തനിക്ക് മുൻപെങ്കും കിട്ടാത്ത വിധം, തൻ്റെ പരിപാടിക്ക് മുമ്പില്ലാത്ത വിധം ആൾക്കാർ വരുന്നു, മുൻപ് കിട്ടാത്ത വിധം സ്വീകാര്യത കിട്ടുന്നു. ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. ആ വേടൻ കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട് പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം റേറ്റ് കൂട്ടുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? രോഹൻ പറ. എനിക്കറിയില്ല. ഞാൻ ഇതിനകത്ത് എപ്പോഴാണ് വേടനെതിരെ പറഞ്ഞു തുടങ്ങിയെന്നറിയാമോ? റിപ്പോർട്ടർ ചാനലിലെ വേടന്റെ ഇന്റർവ്യൂ വന്നതിന് ശേഷമാണ്. കല മാറ്റി, പാട്ട് മാറ്റി, വേടൻ രാഷ്ട്രീയം പറയാൻ തുടങ്ങി. വേടൻ അവിടെ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ഈ ദളിതരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമനെ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, ജയ് ശ്രീറാം വിളിക്കുന്നത് കൊലപാതകികളാണ്, കൊലപാതകത്തിന് മുമ്പ് വിളിക്കുന്ന വിളിയെന്നാണ് ജയ് ശ്രീരാമനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. പിന്നെ വന്നിരുന്നിട്ട് ഇപ്പൊ രാമനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാമനെ അറിയില്ലെന്ന് പറയേണ്ട കാര്യം എന്താണ്? അപ്പൊ അത് ആരെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്? ദളിതരുടെ DNA-യിൽ പഠിക്കാനുള്ള ഇല്ല എന്ന് പറയുന്നു. യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നൊന്നില്ല മിസ്റ്റർ ശിവൻ, തന്ത്രങ്ങളേ ഉള്ളൂ. ആ വിവരം കെട്ട അരുൺകുമാർ എന്ന് പറയുന്ന അയാൾ പ്രൊഫസറാന്നാ പറയുന്നത്. കറക്റ്റ് എന്ന് പൊട്ടന്ന ലോക പൊട്ടനാണ്, പൊട്ടന്ന ലോക പൊട്ടൻ, ലോക പൊട്ടനാണ്. ലോകത്ത് ആരെന്തോ പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാത്ത അരുൺകുമാർ ഇളിച്ചോണ്ട് ഇയാളിത് പറയുമ്പോൾ പറയാണ് കറക്റ്റാണ്, കറക്റ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. കറക്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നാ പോവാൻ നോക്കടാ. ഞാൻ പോകുന്നു. ബൈ ബൈ.